നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അരി കുതിർക്കാതെയും അരി അരയ്ക്കാതെയും അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഒപ്പം തന്നെ ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഉള്ളി സാമ്പാറുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ട ഒരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളന്നെടുക്കുന്നത് അതിൻ്റെ 1/3 ഭാഗമാണ് ഉഴുന്നെടുക്കേണ്ടത്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് മാവ് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 1-2 മണിക്കൂർ ഇതൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഉഴുന്ന് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാനായിട്ട് നമുക്കത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കുതിർത്തെടുക്കാം. ഉഴുന്നെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഒഴിച്ച 1.5 കപ്പ് വെള്ളത്തിൽ നിന്നും പകുതി വെള്ളം നമുക്കിതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളവും ഉഴുന്നും ഉലുവയും കൂടി അരച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2-3 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് കൂടി ചേർക്കാം. ഉഴുന്നിൻ്റെ പകുതി അളവിലാണ് ചോറ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവൊന്ന് പൊളിച്ച് വീർത്തു വരാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് ഒട്ടും തരിയില്ലാതെ പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ്. ഈ പൊടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്ത് മാറ്റിവെച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടി ഒട്ടും കട്ട പിടിക്കാതെ എളുപ്പത്തിൽ മാവ് തയ്യാറാക്കാനായിട്ട് വേണമെങ്കിൽ നമുക്കിത് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ അരിപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം അരച്ചെടുത്ത ഉഴുന്നിനോട് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ വെള്ളം കൂടി മാവ് കുറച്ചൊന്ന് ലൂസായി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് കുതിർത്ത വെള്ളം കൂടാതെ ഒരു 1/4 കപ്പ് തണുത്ത വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കാൻ പാകത്തിനുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഓരോ അരിപ്പൊടി അനുസരിച്ചും ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടിയുടെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉടച്ചെടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള നല്ല ബാക്ടീരിയകൾ മാവ് എളുപ്പത്തിലൊന്ന് പൊളിച്ച് വീർത്ത് കിട്ടാനായി സഹായിക്കും. അതുകൊണ്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ മാവൊന്ന് പൊളിച്ച് കിട്ടാനായിട്ട് ഒരു 7-8 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ ഒരു രാത്രി മുഴുവൻ പൊളിക്കാനായി മാറ്റി വെച്ചിരുന്നു. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പൊളിച്ച് വീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവിൻ്റെ പുളി അനുസരിച്ച് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ഇഡ്ഡലി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി വെന്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ ഒന്ന് വിട്ട് കിട്ടും. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് മാവ് ഒഴിക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഇഡ്ഡലിക്ക് ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ട് കുഴി ഒരുപാട് നിറഞ്ഞ് കവിയാത്ത വിധത്തിൽ വേണം ഒഴിക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്ക് വേണ്ട ഉള്ളി സാമ്പാർ തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് പരിപ്പിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതുപോലെ 5 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം കായം ചേർക്കാം. കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കർ മൂടി വെച്ച് 2-3 വിസിലടിച്ച് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ വിസിലടിച്ച് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. പരിപ്പെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഇതുപോലെ ഒരു 25ഓളം ചെറിയുള്ളികളും ഒപ്പം തന്നെ എരിവിനാവശ്യമായ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടിക്കിട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴട്ടിയെടുക്കാം. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് തക്കാളി ഒന്ന് വാടിക്കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. തക്കാളി ഒരുപാട് നേരം വഴറ്റി വെന്തിടേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോളം വഴറ്റി ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി.
ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് കൂടുതൽ കറി വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഈ സമയം ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ചേർത്ത തക്കാളിയും ഉള്ളിയുമെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടാനായിട്ട് ഒരു മീഡിയം തീയിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ വാളംപുളി ചേർക്കാം. പുളി ചേർത്ത ശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും പുളിയെല്ലാം ഒന്ന് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. ഈ സാമ്പാർ പൊടി നമുക്ക് നേരിട്ട് കറിയിലേക്ക് ചേർക്കുന്നതിന് പകരമായിട്ട് ഈ കറിയിൽ നിന്നും കുറച്ചെടുത്ത് പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചേർക്കുന്നതാവും നല്ലത്. സാമ്പാർ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ച ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ഒപ്പം തന്നെ ഒരു നുള്ള് ചെറിയ ജീരകവും ചേർക്കാം. ഉലുവയും ചെറിയ ജീരകവും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് രണ്ടും ഒഴിവാക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് കൂടി ചേർത്തൊന്ന് വാട്ടിയ ശേഷം ഇത് നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. താളിച്ച് ചേർത്താൽ ഉടനെ കഴിക്കാതെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. നമ്മുടെ ഇഡ്ഡലി വേവാനായി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് ഒരു ഇർക്കിളോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. ഈർക്കളിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിയെല്ലാം പാകത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇഡ്ഡലി തട്ട് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയെല്ലാം പാത്രത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ സാധാരണ ഇഡ്ഡലി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ മാവ് കൊണ്ട് ഇഡ്ഡലി മാത്രമല്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തിരക്കുള്ള സമയങ്ങളിൽ ഇതുപോലെ വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു സോഫ്റ്റ് ഇഡ്ഡലിയുടെയും ഉള്ളി സാമ്പാറിൻ്റെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലെ കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്